ഹലോ ഹായ് വെൽക്കം ടു ഇസുക്രു ഹിറ്റ്സ് യൂട്യൂബ് ചാനൽ. ഇതൊരു കുട്ടി ഈദിൻ്റെ ഈവനിങ് ബ്ലോഗാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങോട്ടാണ് ഈ ഷോയൊക്കെ കാട്ടി ഈ സൺഗ്ലാസും വെച്ചുള്ള പോക്കെന്നല്ല ചിന്തിക്കണേ? പറയാം. ഖത്തറിൽ നിന്ന് സൗദിയിലുള്ള ഹൂഫൂഫിലേക്കായിരുന്നു നമ്മുടെ യാത്രയുടെ പ്ലാൻ. പക്ഷേ നമ്മളവിടെ എത്തിയില്ല, മറ്റൊരിടത്താണ് എത്തിയത്. എവിടെയെന്നല്ലേ പറയാം. അപ്പോൾ ഈ ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുകുത്തി. ഇത് നമുക്ക് സ്ഥിരമുള്ളതാട്ടോ, പക്ഷേ ഇത് നമുക്ക് വിഷയമല്ല. കണ്ടോ, ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാത്തിലും ഒക്കും. അപ്പോൾ ഈ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാൻ ടൈം കിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരു 4:15 നമ്മൾ ഈ പെട്ടെന്ന് ഹൂഫൂഫിലേക്കുള്ള പ്ലാൻ അങ്ങോട്ട് ഉണ്ടായത്. അപ്പോൾ പിന്നെ കിട്ടിയതൊക്കെ വാരിപ്പൊറുക്കിയുള്ള പോക്കാണ് ഈ കാണുന്നത്. ഞാൻ പൂച്ചനെ ഓർത്തോട്ടൂല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മളെ രക്തത്തിൽ ഇങ്ങോട്ട് അലിഞ്ഞു ചേർന്നാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വീടിൻ്റെ ഗേറ്റും പിന്നീട് കാറിൻ്റെ ഡോറും തുറന്ന് നമ്മൾ കാറിൽ സ്ഥാനം പിടിക്കാൻ നോക്കി. അപ്പോഴേക്കും നിക്കൂസ് കാറ് കയറിയാലുള്ള അവൻ്റെ സ്ഥിരം ഗാനമേള തുടങ്ങിയിരുന്നു. കാലക്കണ്ട. ഇനിയിപ്പോൾ അങ്ങോട്ട് പരിഷ്കാരികമായി പറയുകയാണെങ്കിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ ഇടയിലുള്ള 4 വരി പാതയിലാണ് നമ്മുടെ യാത്ര. ഈ കാണുന്ന പാതയിൽ അങ്ങനെ ഏകദേശം നമുക്കൊരു 90 കിലോമീറ്റർ ദൂരമുണ്ട്. എവിടേക്ക്? ഖത്തർ ബോർഡറിലേക്ക്. അപ്പോൾ പിന്നെ അത്രയും സമയം നമുക്ക് പോണ്ടേ. പിന്നെ ഈ പട്ടി ഷോ, അതൊക്കെ തന്നെയുള്ളൊരു സമാധാനം. അങ്ങനെ ഞാനും നിക്കൂസും പട്ടി ഷോ കാട്ടുന്ന സമയത്ത് മോനൂസ് അവിടെ എന്തോ കാര്യപ്പെട്ട ചിന്തയിലാണ്. ഇനി ആണവ കരാറിൽ ഒപ്പുവെക്കുന്നതിനെ കുറിച്ച് വല്ലതും ആണോ എന്തരോ. അങ്ങനെ ഏകദേശം 90 കിലോമീറ്റർ പിന്നിട്ട് ഖത്തറിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പെട്രോൾ പമ്പിലെത്തി. ഇവിടെ അങ്ങനെ കാറിൽ നിറയെ പെട്രോളും കയറ്റി നമുക്കുള്ള പെട്രോൾ കയറ്റാൻ വേണ്ടി സിത്രയിൽ പോയപ്പോൾ എനിക്ക് മനമാറ്റം വന്നു. നമുക്ക് ഉഫുഫുക്ക് പോണ്ട. പിന്നെ ഈ വാണം വിട്ട പോക്ക് എങ്ങോട്ടാണെന്നല്ലേ ചിന്തിക്കണത്. അങ്ങനെ അവിടെ നിന്നപ്പോൾ നമ്മുടെ ഗൂഗിളിനോട് ചോദിച്ചു, ഗൂഗിളെ ഇവിടെ അടുത്ത് നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന്. അപ്പോൾ ഗൂഗിള് പറഞ്ഞ്, നമ്മളെ വിശ്വസ്തൻ, അവൻ പറഞ്ഞ് നിങ്ങൾ നേരെ ദുക്കാൻ ബീച്ചിക്ക് വിട്ടോ, വെറും 50 കിലോമീറ്റർ. അങ്ങനെ ദുക്കാൻ ബീച്ചിലേക്കുള്ള പോക്കാണിത്. സൗദി അറേബ്യക്ക് മാത്രമല്ല, ഖത്തറിന് സ്വന്തമായിട്ടൊരു ഇത്തിരി മരുഭൂമി ഉണ്ടെന്ന് അവകാശപ്പെടാൻ തരത്തിലുള്ള യാത്രയായിരുന്നു ഈ 50 കിലോമീറ്റർ. പിന്നെ കണ്ണെത്താ ദൂരത്തോളം മരുഭൂമിയൊന്നുമല്ല. എവിടെ എന്തൊക്കെയോ ബിൽഡിങ്ങൾ, എന്തൊക്കെയോ ഫാക്ടറികൾ, എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ മസ്രകളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള നജീബുമാരെ കുറിച്ചോ ആടുജീവിതത്തിനെ പോലും നമ്മളങ്ങോട്ട് ചർച്ച ചെയ്തില്ല. ഇടയ്ക്കെവിടെയോ 2 ഒട്ടകത്തിൻ്റെ മസ്രകൾ കണ്ടെങ്കിലും നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ കാരണം? 80 കിലോമീറ്ററിലതിൽ നമ്മളതിൻ്റെ മേലേക്ക് അതുക്കും മേലെയാണ് ഈ പോക്ക്. ഇനി ട്രാഫിക് വയലേഷൻ്റെ ആൾക്കാർ വരുവോ വരില്ലയോ എന്തരോ. അങ്ങനെ ഏകദേശം ഒരു 50 കിലോമീറ്റർ കഴിയാനായപ്പോഴത്തേനും ദുക്കാൻ ബീച്ചിൻ്റെ അടുത്തെത്താനായി. അപ്പോൾ ഖത്തറിലുള്ള മൊത്തം ആൾക്കാർ ഇന്ന് ഈ ബീച്ചിലുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അങ്ങനെ തപ്പിപ്പിടിച്ച് നമുക്കൊരു പാർക്കിംഗ് സംഘടിപ്പിച്ചു. ഈ കാണുന്ന മൊത്തം ഇവിടെയുള്ള ആൾക്കാരാണ്. അങ്ങനെ പാർക്കിംഗ് കഴിഞ്ഞ് ബീച്ചിലെത്തി. ബീച്ചിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, കണ്ടാൽ തന്നെ അറിയാലോ, നല്ല വൃത്തിയും നീറ്റുള്ള ബീച്ച്. പെട്ടെന്ന് നമ്മുടെ കോഴിക്കോടൻ ബീച്ചിനൊന്ന് സ്മരിച്ചു. പിന്നെ ഇതെന്ത് ബീച്ചാടാ, ഒരു തിരമാല പോലും ഇല്ലാന്ന് ചിന്തിക്കുന്നവർക്ക്, സമുദ്രത്തിൻ്റെ അടിയിലെ പാളികളിൽ ഉണ്ടാകുന്ന ചലനം ആണല്ലോ തിരമാല. ആ പാളിയുടെ ചലനം ഇവിടെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം പറയുന്നത് ഇവിടെ ഭൂമികുലുക്കോ സുനാമിയോ കുറഞ്ഞൊരു തിരമാല പോലും വരൂല എന്നാണ്. പോട്ടെ, ഇനിയൊന്ന് കൈ പിടിച്ചൊരു സ്ലോ മോഷനിലൊരു നടത്തം പാസ്സാക്കിയാലോ. നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടണ്ടേ. ഹായ് അന്തസ്. ഇനി തിരിച്ച് ബീച്ചിലോട്ട് തന്നെ അങ്ങോട്ട് പോകാം. അപ്പോൾ പിന്നെ ഒരു നൊക്ലാച്ചി അങ്ങോട്ട് വരാം. കോഴിക്കോട് ബീച്ചിൽ ഒരു തിരമാല വന്ന് നമ്മുടെ ചെരുപ്പ് അതിൻ്റെ മുകളിൽ ഊരി വെച്ച് അത് തിരമാലയും കൊണ്ട് പോകുമ്പോൾ അയ്യോ എൻ്റെ ചെരുപ്പ് പോയി എന്ന് പറയും.
പിന്നെ അടുത്ത തിരമാല ആ ചെരുപ്പിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞമ്മക്കന്നെ തരുമ്പോൾ ഹായ് എൻ്റെ ചെരുപ്പ് കിട്ടിയെന്ന് പറയുന്നൊരു നൊക്ലാച്ച ഫീല് ഈ വൃത്തിയുള്ള ബീച്ചിന് പറഞ്ഞാൽ മനസ്സിലാവുമോ? പിന്നെ ദൈവം എല്ലാം എല്ലാവർക്കും കൊടുക്കൂലല്ലോ. 10 പഠിക്കുന്ന സമയത്ത് കന്യാകുമാരിക്ക് ടൂർ കൊണ്ടുപോയി. പിന്നെ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ബീച്ച് കൊണ്ടുപോയി. സൂര്യനെ നോക്കിന്നോളി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സൂര്യനെയും പിന്നെ സൂര്യൻ നിന്ന സ്ഥലത്തേക്ക് നോക്കി. ഇവിടെ ഇപ്പോൾ ഇരുട്ടായി എന്നല്ലാതെ വേറെന്ത് മാറ്റാമെന്നും ചിന്തിച്ച് എനിക്ക് ഇന്നാ മാറ്റം മനസ്സിലായി. ഇതാണ് ആ മാറ്റം. പണ്ട് ഉമ്മ പറയും സൂര്യൻ വെള്ളത്തേക്ക് ചാടുകയാണ്. വെള്ളത്തേക്ക് ചാടണമൊന്നും കാണാൻ നിന്നില്ല. പിന്നെയും അവിടെ നിന്നും വിട്ടു. പിന്നെയും എങ്ങോട്ടാണ് ഈ പോക്ക് എന്നല്ലേ. ഇവന്മാർക്ക് കുളിച്ച് ആർമാതാൻ ഞങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കണം. അപ്പോൾ പിന്നെ സ്വസ്ഥം സമാധാനം നോക്കി വലിയ ആളും തിരക്കില്ലാത്ത 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉംബാബ് ബീച്ചിലേക്ക് നേരെ വെച്ച് പിടിച്ച്. അതും ഒരു മരുഭൂമി യാത്രയായിരുന്നു. ഇത്രയേറെ മരുഭൂമി ഈ ഖത്തറിനുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവണത്. കുഴപ്പമില്ല, മനസ്സിലാക്കി. അതിൻ്റെ ഇടയിൽ മാപ്പ് നമ്മളോടൊന്ന് പിണങ്ങി. നിങ്ങൾ ഇഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് തെറ്റുന്നു. അങ്ങനെ മാപ്പ് തെറ്റി. അങ്ങനെ 20 ഉള്ളത് 34 കിലോമീറ്റർ വളഞ്ഞ് തിരിഞ്ഞ് പൂരഞ്ഞാണ് ഈ പോക്ക്. പക്ഷേ യാത്രയല്ലേ, അത് നമുക്കിഷ്ടമാണ്. അങ്ങനെ മരുഭൂമി കണ്ട് കിട്ടിയ ലേസും പാക്കറ്റും അതും ഇതൊക്കെ കയറ്റി കൂട്ടി ഈ പോക്ക് പോവും. അങ്ങനെ ഉംബാബിലെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ. സുഖമായി. ഇരുട്ടാവുമ്പോൾ കുളിക്കുന്നത് കാണില്ലല്ലോ. അങ്ങനെ ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉംബാബിൽ വന്നൊരു വീഡിയോ ആണ്. അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കാം. ഇനിയിപ്പോൾ ഉംബാബ് കണ്ടില്ല എന്ന് വേണ്ട. സത്യത്തിൽ നിങ്ങളുടെ ഈത്തപ്പനകൾ പഴുത്തിട്ട് നിങ്ങളെ പറിക്കാൻ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഇവിടുന്ന്. അടുത്ത ആഴ്ച തന്നെ ഇവന്മാർ ഇവിടെ എത്തുന്ന ഉംബാബ് ബീച്ച് പോലും കരുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഭൂമി ഉരുണ്ടതാണല്ലോ. അങ്ങനെ ഒരു അടിപൊളി ബീച്ചും കൂടി ഉംബാബ്. ഇത് പിന്നെ വലിയ തിരക്കും ആളും ബഹളും ഒന്നുമില്ലാത്ത ശാന്തമായ ബീച്ചാണ്. ഇനി ചൂടുകാലം ആയതുകൊണ്ടാണോ എന്താ എന്നറിയില്ല. പൊതുവെ വലിയ തിരക്കും ബഹളവും ഒന്നും നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. അന്നും ഇന്നും എന്നും അന്നുമല്ല അന്നും ഇന്നും. അങ്ങനെ ഇവന്മാർ കുളിക്കാൻ പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ ഇവന്മാരുടെ കുളിയും നായാട്ടും എല്ലാം കഴിഞ്ഞ് ഏകദേശം 2 മണിയായപ്പോഴാണ് നമ്മൾ റൂമിൽ തിരിച്ചെത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ please like or subscribe or share.